റിയാലിറ്റി ഷോ മനുഷ്യർക്ക് ഒരു ഹരമായി മാറിയിട്ടുണ്ട്. ഇതിന്റെ അതിപ്രസരം സമൂഹത്തിലും ഭവനത്തിലും സഭയിൽ തന്നെ പ്രതിഫലിക്കും. ആരാധന ഗാനങ്ങളുടെ ചൂട് തന്നെ മാറി മാറും. ഇന്നിവിടെ പണ്ട് നടന്ന ഒരു സംഭവം റിയാലിറ്റി കണ്ണുകളിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. എന്താണ് എന്നായിരിക്കാം നിങ്ങളുടെ ചോദ്യം. മറ്റൊന്നുമല്ല, 10 കന്യകമാർ മണവാളനെ കാത്തിരുന്നതും 5 പേർ മണവറയിൽ കയറിയതും നിങ്ങൾക്കറിയാം. എന്നാൽ ബാക്കി വന്ന 5 കന്യകമാരുടെ കഥന കഥ നിങ്ങൾക്കറിയും. ആ തരുണീ മണികളുടെ കഥയാണിത്. 10 കന്യകമാർ. ദുഷ്ടയായ ദാസിയെ എന്ന വിളി കേൾക്കാതിരിക്കുവാൻ ഇവർ 5 പേർ ചെന്ന് വേറെ 5 പേരെ കൂടി സംഘടിപ്പിച്ച് ഇന്നിവിടെ മണവാളനെ എതിരേൽക്കാൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അവതരിപ്പിക്കുന്നു 10 കന്യകമാർ. കട്ടിലേലോട്ട് കയറി കിടന്നു. അവളെ നിദ്ര പ്രാപിച്ചു. താൻ പ്രിയം വെച്ച തന്റെ കാന്തനെ മുഖാമുഖം കാണുവാൻ നാളെ അവൾ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. തന്റെ പ്രിയന തുറമുഖത്ത് അവളെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവർ ഒന്നിച്ചു വാഴും. എന്നാലും എന്റെ അമ്മച്ചി, ഇതെങ്ങനെ അമ്മച്ചിക്ക് ശ്രമിക്കാൻ പറ്റുന്നു? അയ്യോ, മാഡം പേടിക്കണ്ട. അമ്മച്ചി ആത്മാവിൽ നിറഞ്ഞ സംസാരിച്ചതാണ്. എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. മരുമകൾ ജോലിയിൽ നിന്ന് വന്നിട്ട് ഒന്ന് കുളിച്ചു. അതിനാ സ്നാനമേറ്റു എന്ന് പറഞ്ഞു. അപ്പോഴാ അവളുടെ പ്രിയൻ, അതായത് ഭർത്താവ്, ജർമ്മനിയിൽ നിന്ന് വിളിച്ചത്. അവൾ ഉടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. സന്തോഷത്തോടെ അവൾ കയറി കിടന്ന് ഉറങ്ങി. അതിനാ നിദ്ര പ്രാപിച്ചു എന്ന് പറഞ്ഞു. നാളെ അവൾ പ്ലെയിനിൽ കയറി, അതായത് ആകാശമേഘങ്ങളിലേക്ക് കടന്നു പോകും. അവളുടെ ഭർത്താവ് അവളെ കാത്ത് എയർപോർട്ടിൽ ഉണ്ടാകും. അവിടെ താമസിച്ചു വന്നതേ ഉള്ളൂ. ദൈവമേ, ഇപ്പോഴായിരിക്കും സമാധാനമായത്. ഇനി നമുക്ക് അടുത്ത ടീമിനെ വിളിക്കാം. ഇതാ വരുന്നു ഹോളി മോളി ആൻഡ് അന്ന. ഹല്ലേലൂയ. ഈ പേരിൽ തന്നെ ഉള്ള ഒരു ഹോളിനെസ് ഇതെങ്ങനെ ഉണ്ടായി? അതെ, ഈ മുസ്ലിങ്ങൾ സൗദി അറേബ്യയിൽ ഹജ്ജിന് പോയി തിരിച്ചു വരുമ്പോൾ അവരെ ഹാജി എന്ന് വിളിക്കും. അതുപോലെ ക്രിസ്ത്യാനികൾ ഹോളി ലാൻഡിൽ പോയി വന്നാൽ അവരെ ഹോളി എന്ന് വിളിക്കാം. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് എൻ്റെ പേര് ഹോളി മോളി ആയത്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. അന്ന, ഹല്ലേലൂയ. What a beautiful name. ഹല്ലേലൂയ. ഓ, അതോ, ഞാൻ പണ്ടൊരിക്കൽ സേവ്യ സംഘത്തിൽ നിന്ന് പോയി. നമ്മുടെ അച്ഛനും ഒരേ നിർബന്ധം, എല്ലാവരും എപ്പോഴും ഹല്ലേലൂയ പറയണം. ഞാൻ എഴുന്നേറ്റ് ചോദിച്ചു, അച്ഛാ,
സഞ്ചരിക്കാൻ വാഹനമില്ല. അതെ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. നിങ്ങൾ എന്തിനു വന്നു? ഇപ്പൊ ചോദിക്കുന്നത് എന്തെന്നറിയാൻ ഇവരോട് ക്ഷമിക്കുക. അതെ മതി, ഇവരെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. ഇനി നമുക്ക് അടുത്ത ടീമിനെ പരിചയപ്പെടാം. മിസ്സസ് ഗ്ലോറി ഗ്ലാഡിസ് ഗ്രിഗോറിയോസ് ആൻഡ് മിസ് സുനീത സുസൻ ഫെർണാണ്ടസ്. പേര് കേട്ടറിയാം നിങ്ങൾ ആരാണ്, എങ്കിലും ഒന്ന് പരിചയപ്പെടുത്താമോ? ആർക്ക് വേണം ഈ പലത്തിൻ പേരുകൾ? കുഞ്ഞമ്മയും എന്നമ്മയും പൊന്നമ്മയും കുടിയമ്മയും. ആർക്ക് വേണം ഈ പനച്ചട്ടയും ചുടിദാരും സാരികളും? എന്റെ മണവാളന് ഇഷ്ടം അടിപൊളി പേരും മോഡേൺ ഫാഷനുള്ള മണവാട്ടിയാണ്. നോക്കിക്കോ, ഞങ്ങൾ ആയിരിക്കും മണവാളനോടൊപ്പം പോകുന്നത് നിശ്ചയം. അപ്പോൾ നമുക്ക് ഈ മത്സരം ആരംഭിക്കാം. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, ഗുഡ് ലക്ക്. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ എണ്ണ തീരരുത്. കാത്തുകൊള്ളണേ. കാത്തിരുന്ന് ഇത്തിരി പ്രായമേറിയെന്നേ. ശോ, എന്ത് മണ്ടത്തരമായി പറയുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ മണവാളൻ എന്നാ. പിന്നെ നമ്മൾ മണവാളനോട് എന്തിനാ എണ്ണയുടെ കാര്യം പറയുന്നത്? ആണോ? മണവാളനെ കിട്ടി നമ്മുടെ കൂടെയായാൽ പിന്നെ ആരോട് എന്തിനു പ്രാർത്ഥിക്കണം? പിന്നെ നമ്മൾ അങ്ങ് അടിച്ചു പൊളിക്കുകയല്ലേ മോളെ. അത് ശരിയാ. നിങ്ങളുടെ കൂടെ ആയാൽ പിന്നെ നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? മണവാളം പ്രാർത്ഥിച്ചോളൂ. അതെന്ത് പാടത്ത് അങ്ങനെ പറയുന്നത്? പറയുന്നതിനകത്ത് ശ്രുതിയും സംഗതികളും എനിക്ക് പിടികിട്ടി. ഓ, നിങ്ങൾ ചുമ്മാതിരി. പല ഒറ്റ ദിവസം പോലും സമയത്ത് എത്താത്ത എല്ലാം കൂടെ ഉടുത്തൊരുങ്ങി കൃത്യമായിട്ട് എത്തിയിരിക്കുക വഴക്കുകൂടാൻ. അതെ, ഈ പ്രാവശ്യമെങ്കിലും മണവറയിൽ കയറണമെന്നില്ലേ? നമ്മൾ അണിഞ്ഞൊരുങ്ങി വന്നിരിക്കുന്നത് എന്തിനാ? മണവാളിനെ എതിരേൽക്കാൻ. ഓ, മണവാളനെ ചേർക്കാൻ വന്ന ഒരു ചരക്ക്. അതെ, മണവാട്ടി എന്ന് പറഞ്ഞാൽ ഇത്തിരി പ്രായമൊക്കെ കുറഞ്ഞ് നാണത്തോടെ തല കുടിച്ച് ഇരിക്കണം. എന്നാലേ മണവാളിനെ ഇഷ്ടപ്പെടും. എടി, എന്നെ കണ്ടാൽ പ്രായം തോന്നുന്നു. ഈ ചട്ടയും കൊടുത്ത് ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതിയ ഫാഷൻ തൊട്ട് തീണ്ടാത്ത നസ്രാണികളുടെ പാരമ്പര്യ വേഷമായത്. പിന്നെ നിന്റെ കൂട്ട് തലയിൽ കറുത്ത് തയ്ച്ചിട്ടില്ല, അത്രയേ ഉള്ളൂ. നീ ഞാൻ വേഷം കെട്ടികൾക്ക് വന്ന നിങ്ങളുടെയൊക്കെ കയ്യിൽ എണ്ണയുണ്ടോ, വിളക്കുണ്ടോ? എടി, കഴിഞ്ഞ തവണ ഒരു അബദ്ധം പറ്റിപ്പോയി. എണ്ണ തീർന്നതൊന്നുമല്ല, നോക്കിയിരുന്നു മടുത്ത് ഓവർ ടൈം ചെയ്യാൻ പോയപ്പോഴാ മണവാളൻ വന്നത്. എത്ര നേരമാ നോക്കി നിൽക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ റിട്ടയർമെന്റ് എടുത്താ വന്നിരിക്കുന്നത്. സംശയം എന്തുവാ? ഏതാണീല്ലോ ഇവിടെ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. എങ്ങനെയുണ്ട് റിട്ടയർമെന്റ് ലൈഫ്? അടിപൊളിയാണോ? എന്റെ അടി പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ 5-6 കൊച്ചുമക്കളുള്ളതിനെ അപ്പോ റിട്ടയർമെന്റ് ലൈഫ് അത്ര സുഖകരമല്ല അല്ലേ? സുഖമല്ലേ എന്ന് ചോദിച്ചാൽ റിട്ടയർ ആയതുകൊണ്ട് വിശുദ്ധ നാടുകളിലൊക്കെ ഒന്ന് പോയി. പിന്നെ അല്ലറ ചില്ലറ ടൂറുകളൊക്കെ നടത്തി. പിന്നെ സേവിയാ സംഘത്തിന്റെ സജീവ പ്രവർത്തകയാണ് ഞാനിപ്പോൾ. അങ്ങനെ പോകുന്നു ലൈഫ്. ചെറുപ്പകാലം കഴിഞ്ഞതിൽ പിന്നെ ഇപ്പോഴാ രാത്രിയിൽ ഉറങ്ങുന്നതിന്റെ സുഖം അനുഭവിക്കാൻ. 35 വർഷം രാത്രി ജോലി ആയിരുന്നില്ലേ? രാത്രി ജോലി ആയതുകൊണ്ട് ചേട്ടത്തിക്ക് രാത്രിയിൽ മണവാളം വരുന്നത് അറിയാൻ പറ്റുമല്ലോ. രാത്രി ജോലി ആയിരുന്നെങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു. അങ്ങനെ ഉറങ്ങിയ ഒരു രാത്രിയിൽ രോഗി മാറി എനിക്കൊരു ഇഞ്ചക്ഷനും കിട്ടി. ഇതെന്തോന്നാണ് ഈ കന്നാസിൽ നിറയെ ഉണ്ടല്ലോ? കഴിഞ്ഞ പ്രാവശ്യം എണ്ണ തീർന്നു പോയത് മറന്നോ? അതുകൊണ്ട് ഈ പ്രാവശ്യം ഏറെ ഞാൻ കരുതിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇത്തിരി എണ്ണ തരണേന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. ഓ, അല്ലേ നീ കുറെ കരുതുന്ന ടൈപ്പാ. നീ മോശക്കാരിയല്ലല്ലോ. ഇതെന്തോന്നാ? ഇത് ഞാനൊരു ഗ്യാസ് കുറ്റി തന്നെ കൊണ്ടുവന്നു. ചെറിയ വിളക്കാകുമ്പോഴാ എണ്ണയുടെ പ്രശ്നം. വീട്ടിൽ
തുടച്ചു മാറ്റണം. മണവളം വരുമ്പോൾ വിളക്കില്ലാത്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചേ. അതിൽ ഈ നാശം ഉറങ്ങിയിട്ടല്ലേ പറ്റൂ. ഞാനേ പണ്ട് നേഴ്സിംഗ് ഹോമിൽ നിന്ന് കൊണ്ടുവന്ന ഉറക്ക ഗുളികയിലുണ്ട്. കൊടുത്താലോ? വേണ്ട വേണ്ട വേണ്ട, അത് ശരിയാവില്ല. പിന്നെ ആ വേദപുസ്തകം വായിക്കാൻ കൊടുത്താൽ മതി. വായിച്ചു തുടങ്ങിയ അപ്പോൾ എന്നാൽ രണ്ടു കണ്ണും തുറന്ന് തന്നെ. അത് ശരിയായിരിക്കും. ഞങ്ങളുടെ പള്ളിയിൽ പ്രസംഗം തുടങ്ങുമ്പോഴാ ഓരോരുത്തരും സമാധാനമായി പള്ളിക്കാര്യം പറഞ്ഞുകൊണ്ട് നിന്നാൽ പറ്റില്ല. എന്നാ അങ്ങോട്ടിരിക്കെ. ഓ എന്റെ അച്ചാമ്മേ, നമ്മൾ ഒരുങ്ങി നിൽക്കണ്ടേ? ഇന്നാ ഈ സ്പ്രേ കൂടി അങ്ങ് അടി. ഈജിപ്റ്റ് പോയപ്പോൾ കൊണ്ടുവന്നത് മുല്ലപ്പൂവിന്റെ മനം മയക്കുന്ന ഈ സുഗന്ധം എങ്ങനെയുണ്ട്? അയ്യോ ഓളനാ, എനിക്ക് അലർജിയാണെന്ന് തോന്നുന്ന. ഇനി എങ്ങനെ ഞാൻ മണവറയിൽ കയറുമോ ആവോ? എനിക്ക് ഉറക്കം വന്നിട്ട് ഒട്ടും വയ്യ. എങ്കിലൊരു കാര്യം ചെയ്യാം. ഉടനിരിക്കാൻ നമ്മൾക്ക് പാട്ട് പാടിയാലോ? വേണ്ട, ഒരു കൂസ് നടത്താം. അല്പം വേദജ്ഞാനം കൂടി ആകട്ടെ. മണവാളം വല്ലതും ചോദിച്ചാൽ ഉത്തരം പറയട്ടെ. പിന്നെ കതിരെ കൊണ്ടാ വളം വയ്ക്കുന്നത്. യവനത്തിൽ സിസ്റ്റമിനെ ഓർക്കാനാ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ കുഴിയിലോട്ട് കാല് നീട്ടി ഇരിക്കുമ്പോഴല്ല. എന്തടി അതിന് യൗവനത്തിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തീർത്തിട്ട് എപ്പോ ഓർക്കാനാ? എന്നാ കുറച്ച് തണുത്ത വെള്ളത്തിൽ കാലിട്ടിരിക്കുക. ചേട്ടത്തി ഇതിലോട്ട് കാലിട്ടിരിക്കുന്നാണ്. ഓ ഇത് ചൂടുവെള്ളമല്ലല്ലോ. ഓ ഓ മണവാളൻ എന്തായിരിക്കും വരാൻ കഴിയുന്നത്? ഓ എന്തൊരു കാത്തിരിപ്പായിരുന്നു. അവസാനം വരെ സന്ധി നിൽക്കുന്നവൻ രക്ഷപ്പെടുമെന്നല്ലേ? ആ കാത്തിരിക്കാം. അതൊന്നും അല്ല കാരണം. കഴിഞ്ഞ പ്രാവശ്യം പുറത്തല്ലേ നിങ്ങൾ വീട്ടിൽ കൂടെ എത്തിയെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും വരാതിരിക്കുന്നത്. എടിയെ ഇപ്പോഴുമാർ പറയുന്നത് കേട്ടോ. നമ്മുടെ കാല് പിടിച്ച് ഇവിടെ മത്സരത്തിന് കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ നമ്മൾ പോയേക്കാം. ആര് കാലം പിടിച്ചെന്നാ? 50-50 ചാൻസിന് വേണ്ടി ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഉരുട്ട് കളിക്കുന്നു. നിങ്ങളെ ഈ മനസ്സ് കാരണമാ കഴിഞ്ഞ മത്സരത്തിൽ നിങ്ങൾ ഔട്ടായി. പ്രായമായി വീട്ടിലെങ്ങാനും ചുരുട്ട് കിടക്കേണ്ട സാധനങ്ങളെ മണവാളിനെ തപ്പി ഇറങ്ങിയതാ. എവിടുന്ന് കിട്ടാനാ? ആർക്കാണ് പ്രായമായത്? ഞങ്ങളുടെ ഔദ്യോഗിക കാര്യത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങളുടെ അന്ന് ഞങ്ങളെ നീയൊക്കെ ഒന്ന് കാണണമായിരുന്നു. ഡയാന രാജകുമാരിയെ പോലെയായിരുന്നത്. നല്ല ചുവന്ന് തൊടുത്ത്. ഇപ്പൊ ഒരുമാതിരി വാവൽ ചപ്പിയ പറഞ്ഞു. ഓ നിന്നെ ഇപ്പം കണ്ടാൽ മിസ്രയേലിലെ പശുവിനെ പോലെയാണ്. മണമണം വരുന്നേ. എല്ലാവരും എടുക്കും പിടിക്കാം. മതി എന്നിട്ട്. ഇതാണ് നമ്മുടെ ദീർഘമെങ്കിൽ, ഇതാണ് നമ്മുടെ ദർശനമെങ്കിൽ നാം ഇന്നും സ്വർഗ കവാടത്തിന് പുറത്തു തന്നെ. ആൾക്കൂട്ടമുണ്ട്, ആരവമുണ്ട്. പക്ഷേ ആത്മാവിന്റെ ഉടവനെ കണ്ടില്ല, അറിഞ്ഞില്ല, അന്വേഷിച്ചതുമില്ല. ആർഭാടങ്ങളും വിദ്വേഷവും സ്പർദ്ധയും നമ്മുടെ ഒരുക്കങ്ങളെ അർത്ഥശൂന്യമാക്കുന്നു. കരുതേണ്ടതിനെ കരുതുവാൻ കഴിയാതെ പോയതാണ് അന്നും ഇന്നും മനുഷ്യന് പറ്റിയ തെറ്റ്. യേശുവിൽ വസിച്ച് ആത്മാവിന്റെ ഫലം കയറ്റുവാൻ അവൻ നമ്മെ വിളിക്കുന്നു. നാം അനുസരിക്കുമോ? നന്ദി.